ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു സിമ്പിൾ വാനില ചീസ് കേക്ക് ആണ് വിത്ത് സ്ട്രോബെറി ടോപ്പിംഗ്. അപ്പൊ നമുക്ക് ഈ ചീസ് കേക്കിന് ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ്സ് ആണ്. ശരിക്കും നമ്മുടെ ചീസ് കേക്കിന് ബേസ് ആയിട്ട് എടുക്കുന്നത് ഗ്രഹാം ക്രാക്കേഴ്സ് ആണ്. പക്ഷേ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ്സ് ആണ്. നിങ്ങളുടെ കയ്യിൽ ഏത് ബിസ്ക്കറ്റ് ആണോ ഉള്ളത്, നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് നിങ്ങൾക്ക് ആ ബിസ്ക്കറ്റ് എടുക്കാവുന്നതാണ്. ഇനി ഈ ബിസ്ക്കറ്റ് ഞാൻ നന്നായിട്ടൊന്ന് പൗഡർ ചെയ്ത് കൊണ്ടുവരാം. പൗഡർ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കടിക്കാൻ കിടക്കുന്ന ഭാഗത്തിന് ഗ്രൈൻഡ് ചെയ്താലും മതി. ഞാൻ നമ്മുടെ ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ്സ് നന്നായിട്ട് പൊടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു 10 ടേബിൾ സ്പൂൺ ബട്ടർ, മെൽറ്റഡ് ബട്ടർ ചേർക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്കിത് വേണമെങ്കിൽ മിക്സിയിൽ തന്നെ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഈ ബട്ടറും ബിസ്ക്കറ്റും കൂടി മിക്സിയിൽ തന്നെ ഒരുമിച്ച് ഗ്രൈൻഡ് ചെയ്ത് മിക്സ് ചെയ്യാവുന്നതാണ്. ഞാൻ നിങ്ങളിത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മിക്സ് ചെയ്യുന്നത്. ഇനി നമുക്ക് നമ്മൾ ചീസ് കേക്ക് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന കണ്ടെയ്നറിലേക്ക് ബേസ് ആയിട്ട് നമുക്ക് ഈ ബിസ്ക്കറ്റിന്റെ മിക്സ് ലൈൻ ചെയ്ത് കൊടുക്കാം. ഇത് നമുക്കിനി നമ്മുടെ കണ്ടെയ്നറിലേക്ക് ലൈൻ ചെയ്ത് കൊടുക്കാം. ലൈൻ ചെയ്തിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. കാണിച്ചു തരാം. ഒരു സ്പൂണിന്റെ ബാക്ക് പോർഷൻ വെച്ചാണെങ്കിലും നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് പ്രസ് ചെയ്ത് നന്നായിട്ട് ലെവൽ ചെയ്തിട്ടുണ്ട്. ഇത് നമുക്കിനി ഒരു 10 മിനിറ്റ് റെഫ്രിജറേറ്ററിൽ ഒന്ന് സെറ്റ് ആവാൻ വെക്കാം. ആ സമയത്ത് നമുക്ക് ചീസിന്റെ ടോപ്പിംഗ് പ്രിപ്പയർ ചെയ്യാം. ഞാനിവിടെ ഇതാ ഒരു 250 ഗ്രാം ക്രീം ചീസ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ലോയിലിട്ട് സ്മൂത്ത് ആവുന്നവരെ അതായത് സ്മൂത്ത് ആവുന്നവരെ ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ ക്രീം ചീസ് റൂം ടെമ്പറേച്ചറിലാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഞാൻ 1 കപ്പ് പൗഡേർഡ് ഷുഗർ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് സാധാരണ പഞ്ചസാര ആണെങ്കിൽ അതാണെങ്കിലും ചേർത്തെടുത്താൽ മതി. കുറച്ച് ഹെവി ക്രീം ചേർക്കുന്നുണ്ട്. പിന്നെ ചേർക്കുന്നത് കുറച്ച് വാനില എക്സ്ട്രാക്റ്റ് ആണ്. ഇതെല്ലാം നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്ത് യോജിപ്പിക്കാം. നമ്മുടെ ക്രീം ചീസ് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇതാ ഞാൻ ഫ്രീസറിൽ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന ഇതാ നമ്മുടെ ബേസ് പുറത്തെടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം സെറ്റായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്ത ചീസ് ക്രീം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നമ്മുടെ ബേസ് സ്പ്രെഡ് ചെയ്ത പോലെ തന്നെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിന് നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് ലെവൽ ചെയ്യാം. ഇത് തിരിച്ചത് പിന്നെയും നമുക്ക് റെഫ്രിജറേറ്ററിൽ വെക്കാം. റെഫ്രിജറേറ്ററിന്റെ ഏറ്റവും തണുപ്പുള്ള ഏരിയയിൽ വെച്ചാൽ മതി. ഈ ഫ്രീസറിന്റെ അടുത്തുള്ള റെഫ്രിജറേറ്റർ ഏരിയയിലോ അങ്ങനെ എവിടെയെങ്കിലും വെച്ചാൽ മതി. ഞാൻ നമ്മുടെ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ചീസ് കേക്ക് പുറത്തെടുത്തിട്ടുണ്ട്. ഫ്രിഡ്ജിലാണ് വെക്കുന്നതെങ്കിൽ ഇത് ഒരു 1 hour, ഫ്രീസറിലാണ് വെക്കുന്നതെങ്കിൽ ഒരു 30 minutes ഒക്കെ മതിയാവും. അത്യാവശ്യം സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിന്റെ ടോപ്പിംഗ് ആയിട്ട് ചേർക്കുന്നത് കുറച്ച് സ്ട്രോബെറി പ്യൂരിയാണ്. സ്ട്രോബെറി ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്താണ്. നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എല്ലായിടത്തും എത്തുന്ന പോലെ. ഇത് ഫുള്ള് ടോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഇത് ജസ്റ്റ് ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ടാപ്പ് ചെയ്ത് ലെവൽ ചെയ്ത് ഇനി നമുക്കിത് തിരിച്ച് ക്ലോസ് ചെയ്ത് ഫ്രീസറിലേക്ക് വെക്കാം. ഈ പ്രാവശ്യം ഫ്രീസറിലേക്ക് വെക്കുമ്പോൾ 20 minutes മതി. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് സെർവ് ചെയ്ത് യൂസ് ചെയ്യാം. ഞാൻ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്ത് നമ്മുടെ ചീസ് കേക്ക് പുറത്തെടുത്തിട്ടുണ്ട്. ഞാൻ രാത്രി ഇടയ്ക്കെടുത്ത് ജസ്റ്റ് ഒന്ന് ലൈൻ ചെയ്തിട്ടായിരുന്നു. പക്ഷെ ഇങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല. രാവിലെ നമ്മളൊന്നും ഇത് കണ്ടോ നല്ല സ്മൂത്ത് ആയിട്ട് നിങ്ങൾക്ക് ലെയർ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഇപ്പോൾ ചെയ്യേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈഡൊക്കെ ജസ്റ്റ് ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കണം.